നാടകങ്ങൾ ചെയ്ത് കൂടെ വന്നിരുന്ന ഒരാൾക്കൊപ്പം ഒരു സിനിമ ത്രൂ ഔട്ട് ഒരു ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ ഒരു നായിക നായകൻ എന്നുള്ള കോൺസെപ്റ്റിൽ നിൽക്കും. മലയാളത്തിലേക്ക് സജീവമാകാൻ പോവുകയാണോ? മലയാളത്തിൽ അല്ലെങ്കിൽ ഞാൻ സജീവമല്ലേ? മലയാള സിനിമയിലുള്ള ഒരുത്തരാണ് ഞാൻ. ഇപ്പം എനിക്ക് എൻ്റെ സിനിമാക്കാരെ പറഞ്ഞാലോ എൻ്റെ സിനിമ മേഖലയെ പറഞ്ഞാലോ എനിക്ക് നോവും. സിനിമാക്കാരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി വരുന്നു. ഇതേ സിനിമാക്കാരുടെ ഒരു മരണം സംഭവിക്കുമ്പോൾ, ഇതേ സിനിമാക്കാർക്ക് ഒരു ആപത്ത് വരുമ്പോൾ, അവിടെ പച്ചയായ മനുഷ്യനായിട്ട് പോകുമ്പോൾ അവിടെ എന്തിനാണ് നിങ്ങൾ ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? ടാർഗറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണോ ഞങ്ങൾ? എൻ്റെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. ഞാൻ കെട്ടിച്ചമയ്ക്കലിൻ്റെ ആളല്ല. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശരത് കുമാറാണ്. ശരത് കുമാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പാനി ശരത് എന്ന് പറഞ്ഞാൽ അറിയും. പുതിയ ചിത്രം ജങ്കാറിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മളോടൊപ്പം ശരത് ഉള്ളത്. ഹായ് ശരത്, നമസ്കാരം. ശ്വേത മേനോൻ, ശബരീഷ്, അപ്പാനി ശരത്, നിങ്ങൾ മൂന്നുപേരുമാണ് ഈ ചിത്രത്തിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശ്വേത മേനോനുമായിട്ടുള്ള ഒക്കെ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ചിത്രത്തിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട്. അല്ല, ഞങ്ങൾ മൂന്നുപേര് മാത്രമല്ല ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാര്. കുറെ അധികം ആക്ടേഴ്സ് ഉണ്ട്, കുറെ ആക്ടേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ ഈ സിനിമയിലെ സംവിധായകൻ മനോജ് യാദവിന്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹം ഞാനുമായിട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു ഓഫ് ബീറ്റ് സിനിമ ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ അല്ല. അപ്പോൾ ആ സമയത്താണ് ഈ സ്ക്രിപ്റ്റ് എന്നിലേക്ക് എത്തുന്നത്. ഒരു വളരെ ഒരു റിയലിസ്റ്റിക് എന്നതിനപ്പുറത്തേക്ക് ഒരു കഥ ഉണ്ടാക്കാൻ അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല കഥകളുണ്ട്. അങ്ങനെ ഒരു കഥയാണ് ഈ ജങ്കാർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വഴിത്തിരിവ്. പിന്നെയാണ് ഇതിലെ അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രങ്ങളാണ് ആദ്യം ഉണ്ടായത്, അതിന് ശേഷമാണ് കഥ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് കാര്യം തന്നെയാണ്. ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും ഈ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അവരുടേതായ ഒരു ബാക്കപ്പ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഇതിലാരും ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ വില്ലൻ വില്ലത്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഇതിലെല്ലാവരും നല്ല ക്യാരക്ടേഴ്സാണ്, കഥ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇതിൽ കൂടെ അഭിനയിച്ച കോ ആക്ടേഴ്സ് എന്ന് പറയുമ്പം എൻ്റെ കൂടെ എൻ്റെ നായികയായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പെയറായിട്ട് അഭിനയിച്ചൊരു ആർട്ടിസ്റ്റ് രേണു സോന്ത്. പുള്ളിക്കാരി ഞാൻ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുള്ള കാലം തൊട്ട് എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അത് വലിയൊരു കംഫർട്ടായിട്ട് ആദ്യം തന്നെ അതൊരു കംഫർട്ട് സോൺ ആയിരുന്നു. അങ്ങനൊരു കൂടെ നാടകങ്ങൾ ചെയ്ത് കൂടെ വന്നിരുന്ന ഒരാൾക്കൊപ്പം ഒരു സിനിമ ത്രൂ ഔട്ട് ഒരു ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ ഒരു നായിക നായകൻ എന്നുള്ള കോൺസെപ്റ്റിൽ നിൽക്കും. നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് നായകൻ നായിക ഇല്ല, എന്നാൽ കൂടി ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റി. അത് വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് എന്നെ സംബന്ധിച്ച്. സെക്കൻഡ് എന്ന് പറയുന്നത് ശബരീഷ് ചേട്ടൻ, ശ്വേത ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുപാടധികം ബഹുമാനപൂർവ്വം കാണുന്നൊരു ആർട്ടിസ്റ്റാണ്. ബഹുമാനപൂർവ്വം കാണുന്നൊരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരു ആർട്ടിസ്റ്റും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും വലിയ വലിയൊരു ബിൽഡിങ് അവരുടെ ലൈഫിൽ അവരുടെ കഥാപാത്രങ്ങളിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കളിമണ്ണാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് സിനിമകൾ. അപ്പോൾ അതിലൂടെ നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ളൊരു നായികയ്ക്കൊപ്പം, ഒരു നടിക്കൊപ്പം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനൊപ്പം സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഞങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നതിനപ്പുറം സെറ്റിൽ വളരെയധികം സന്തോഷവും വളരെയധികം തമാശകളൊക്കെ പറയുന്ന ഞങ്ങളെക്കാട്ടി ജൂനിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ശ്വേത ചേച്ചി. വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ശബരീഷ് ചേട്ടൻ ആ സമയത്ത് വേറെ ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടിൻ്റെ തിരക്കിനിടയിലാണ് അദ്ദേഹം നിന്നത്. പിന്നെ സുധീർ കരമന, ഗീതി സംഗീത, അങ്ങനെ ഒത്തിരി ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ജോബി പാല, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊപ്പമൊക്കെ നമുക്കൊരു പുതിയൊരു സ്കൂളായിരുന്നു. പുതിയൊരു കുറെ അറിവുകൾ അവിടെ കിട്ടി. ഒരു വേറൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പാലറ്റിലുള്ളൊരു സിനിമയാണ്. ജങ്കാറിലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ഈ സംവിധായകനുമായിട്ടുള്ള മുന്നുള്ള പരിചയം എന്ന് പറഞ്ഞു, ആ ഒരു ഇതിലാണോ? അത് കൊള്ളാം. ഞാൻ തുടക്കം തന്നെ അത് പറഞ്ഞല്ലോ. ഇതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഞാനായിട്ടൊരു ഓഫ് ബീറ്റ് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അദ്ദേഹം എന്നോട് സ്ക്രിപ്റ്റ് പറയുന്നത്. ഞാൻ അദ്ദേഹം കൂടെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നമുക്ക് ഒന്ന് ആലോചിച്ചാലോ എന്ന് കരുതി. അങ്ങനെയാണ് ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ പറയുന്ന ശബരീഷ് അതൊക്കെ പിന്നീട് എന്നോടാണ് ആദ്യം പറഞ്ഞത്. എന്നോടും പിന്നെ ശ്വേത ചേച്ചിയോടും. ഡയറക്ടർ നമ്മുടെ ശ്വേത ചേച്ചിയുടെ അടുത്ത സുഹൃത്തും കൂടെയാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങളും രണ്ടുപേരും പറഞ്ഞ ശേഷമാണ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തത്. ജങ്കാറിലൂടെ ഇനി മലയാളത്തിലേക്ക് സജീവമാകാൻ പോവുകയാണോ? എന്താണ്
പുതിയ വരുന്ന പ്രൊജക്ടുകൾ കാര്യങ്ങള്? മലയാളത്തിൽ അല്ലെങ്കിൽ ഞാൻ സജീവമല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, ജങ്കാർ പ്രത്യേകിച്ച് ജങ്കാർ വേണമെന്നില്ലല്ലോ മലയാള സിനിമയിൽ ഞാൻ സജീവമായിട്ട് നിൽക്കാനായിട്ട്. ജങ്കാർ എന്നോട് നല്ലൊരു സിനിമ ഇറങ്ങാൻ പോണു. അടുത്ത ദിവസങ്ങൾ നാളെ തിയേറ്ററിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമയാണ് ജങ്കാർ. ജങ്കാറിന് ശേഷം വീണ്ടും വേറെ നല്ല സിനിമകൾ വേറെയും ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ജാനന്ദൻ കാട് എന്ന് പറയുന്ന സിനിമയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങാൻ പോകുന്ന ഒരു തമിഴ് പടമാണ്. ബാക്ക് ടു സിനിമകളുണ്ട്. അതെ, അല്ല നമ്മള് മുന്നേ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത് ഇനി എന്റെ ഒരു പടം വരട്ടെ എന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് നാളിങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ആയിരുന്നു. അതായത് ഇത് ആ സമയത്ത് ഷൂട്ടിംഗ് ആയിരിക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സിങ് എത്ര നാൾ എടുക്കുമെന്നാണ് വിചാരിക്കണേ? അറിയോ? അറിയില്ല. ഒരു സിനിമ ഷൂട്ട് തുടങ്ങി, ആ സിനിമയുടെ ഡിസ്കസിങ്, ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റീഡിങ്, അതിന്റെ പ്രോസസ്, പ്രീ പ്രൊഡക്ഷൻ, അതെല്ലാം കഴിഞ്ഞ് 1 വർഷം ആവും. അപ്പൊ ആ 1 വർഷം നമ്മൾ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം കഴിഞ്ഞ കൊല്ലം ചെയ്ത സിനിമ ആയിരിക്കും തിയേറ്ററിൽ വരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇറങ്ങാൻ പോകുന്ന ജങ്കാർ കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ്. ഇക്കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ അടുത്ത കൊല്ലം ഇറങ്ങും. അത്രേ ഉള്ളൂ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സാധനം ലഹരി. അപ്പൊ വരുന്നവരോട് നമുക്കത് ചോദിക്കാതിരിക്കാനും പറ്റില്ല. ചോദിച്ചു. മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ. പക്ഷെ എന്നാലും നിങ്ങൾ പറയുമ്പോ മലയാള സിനിമ ഇൻഡസ്ട്രി അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കൂടും. നേരെ മറിച്ചൊരു ഡോക്ടർ ഉപയോഗിച്ച് ഡോക്ടറെ കുറിച്ച് പറഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. ഒരു വക്കീലിനെ കുറിച്ച് പറഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. ഒരു പോലീസുകാരനെ കുറിച്ച് പറഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. നമ്മളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് വേദനിപ്പിക്കാൻ പറ്റും, നമ്മുടെ കുടുംബക്കാരെ ഇതിൽ വലിച്ചെടുപ്പിക്കാൻ പറ്റും. നിങ്ങളെ ചാനലിൽ കുറച്ച് റീച്ച് കൂടും. അതുകൊണ്ട് മാത്രമാണ് ലഹരി എന്ന് പറയുമ്പോൾ തന്നെ മലയാള സിനിമ മൊത്തം അച്ചടക്കം പറയുന്നത്. സിനിമ ഇൻഡസ്ട്രിയിലാണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾക്കിപ്പോ കൂടുതൽ അറിയുന്ന ആളുകൾ. എന്ത് മോശമാണത് എന്നാലോചിക്കുക. എന്ത് മോശം ചിന്താഗതിയാണത്. ഇവരും മനുഷ്യരല്ലേ, ഇവരുടെ തൊഴിലല്ലേ അവര് ചെയ്യുന്നത്. അതെ, തൊഴിൽ ചെയ്തോട്ടെ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചത് കണ്ടുപിടിച്ചവരെ പറഞ്ഞു. അത് തെറ്റ് ചെയ്തവരെ പറഞ്ഞു. തെറ്റ് ചെയ്യാത്ത എന്തോരം ആൾക്കാരുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഉപയോഗിക്കാത്തവരെ നമ്മൾ ഇന്നയാൾ ഉപയോഗിച്ചു. എന്നാലും നിങ്ങൾ പറയുന്നതോ മലയാള സിനിമ മലയാള സിനിമയിലുള്ള ഒരുത്തരാണ് ഞാൻ. ഇപ്പൊ എനിക്ക് എന്റെ സിനിമാക്കാരെ പറഞ്ഞാലോ എന്റെ സിനിമ മേഖലയെ പറഞ്ഞാലോ എനിക്ക് നോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. സിനിമയിലുള്ള ആൾക്കാർ പേഴ്സൺ അവർ പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ടാവുമല്ലോ, പുറത്ത് പല ജോലികൾക്കും ഏർപ്പെടാറില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. ആ സ്ട്രഗിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിത്തീർന്നേ പറ്റൂ എന്നുള്ള സ്ട്രഗിളിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ എൻ്റെ ഇൻഡസ്ട്രി അത്രയധികം ബഹുമാനിക്കുന്നുണ്ട്. എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഓരോ ആക്ടേഴ്സിനെയും ഞാൻ അത്രയധികം റെസ്പെക്റ്റോട് കൂടി കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ദയവ് ചെയ്ത് എല്ലാ സിനിമാക്കാരാണെന്ന് അടിച്ചേൽപ്പിക്കാതിരിക്കുക. ചില വ്യക്തികൾ നമുക്കറിയാം, വ്യക്തികളെല്ലാം നമുക്കറിയാം. ആ വ്യക്തികളുടെ തെറ്റുകൾ അത് അവരെ ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്താൻ ശ്രമിക്കുക. അതിലൂടെ എല്ലാവരെയും അടിച്ചമർത്തപ്പെടാതിരിക്കുക. അല്ല, ഇങ്ങനെ കുറച്ച് പേര് ചെയ്യുമ്പോ മൊത്തത്തില് സിനിമ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലാണല്ലോ ഒരു ചീത്തപ്പേര് വരുന്നേ. ആയിക്കോട്ടെ എന്നില്ല, ഇല്ലേ? അതാണ് പറയണേ. അപ്പൊ ഒരു ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ ലഹരി ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, നല്ല ഒരു അങ്ങനെ ഒരു ഇതിലാണല്ലോ പറയുന്നത്. ആരാ അത് പറഞ്ഞ ആളെ പറയാമെങ്കിൽ ഞാൻ പറയാം. ആരാ അത് പറഞ്ഞത്? അങ്ങനെയല്ല, ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു സാധനം അല്ലെങ്കിൽ നന്നായിട്ട് അവർക്ക് അതില്ലാതെ പറ്റുന്നില്ല. അത് ആ വ്യക്തിയല്ലേ. നമുക്ക് ആ ഒരു വ്യക്തിയെ കുറിച്ച് എന്തിനാ സംസാരിക്കണേ? നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കാം. ഒരു വ്യക്തിയെ മാത്രമായിട്ട് അതൊരു വ്യക്തിയിൽ ഒതുങ്ങിക്കൂടുന്ന അയാളുടെ ദുശീലമാണ്, അത് അയാളുടെ പേഴ്സണാലിറ്റിയാണ്. അതിനെ ഒരു മൊത്തത്തിലൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യം ഇവിടെ ഞാനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഒരു തോട്ട് വരുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ ലഹരി ഉപയോഗിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലഹരി ഇല്ലാതെയും ക്രിയേറ്റിവിറ്റിയേ ഒരു ലഹരിയാണ്. പിന്നെന്തിനാ അതിക്ക് മേലൊരു ലഹരി? ക്രിയേറ്റിവിറ്റിയേ ഒരു ലഹരിയാണ്. എന്നാലോചിക്കേ, നിങ്ങൾ ഈ കുറ്റം പറയുകയും കീറി മുറിക്കുകയും ചെയ്യുന്ന ഈ സിനിമകളുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്ക്രിപ്റ്റ് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള ഓരോ സീനുകളായിട്ട്
അത് എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അയാളുടെ മനസ്സിലും അയാളുടെ ശരീരത്തിലും എല്ലാം എപ്പോഴും ആ സിനിമ മാത്രമായിരിക്കൂലേ. ഭക്ഷണം പോലും കഴിക്കാൻ സമയം ഉണ്ടാവില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി അയാൾക്ക് ആ സിനിമയായിരിക്കും ചിന്ത. ഓ ഈ സീൻ അങ്ങനെയാണ്, ഈ സീൻ അങ്ങനെ വേണം, ആ ക്യാരക്ടർ അവിടെ നിന്ന് ഇങ്ങനെ വരണം. ഇത് തന്നെയാണ് ആക്ടർക്കും. പല അവസ്ഥയിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ഉണ്ടാവൂലേ. വേറൊരു ഫാമിലിയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മരണം സംഭവിച്ചു കാണും. പല പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴായിരിക്കും വളരെ ചിരിച്ചുകൊണ്ട് പ്ലസന്റ് ആയിട്ടൊരു ക്യാരക്ടർ സീൻ ചെയ്യേണ്ടത്. ആ മൊമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലേ. ഇപ്പം ഞാനൊക്കെ നമ്മളൊരു മരണ വീട്ടിലോ അല്ലെങ്കിൽ എവിടേക്കും പോകുമ്പോൾ നിങ്ങൾ ഈ ക്യാമറ എടുത്തുകൊണ്ട് ഓടിക്കൊണ്ട് വരും എല്ലാവരും മരണ വീട്ടിൽ വരുന്നവർ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്ത് തെറ്റ്, നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത? അത് എന്ത് തെണ്ടിത്തരമാണ് കാണിക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞില്ലേ ലഹരി, സിനിമാക്കാരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി വരുന്നു. ഇതേ സിനിമാക്കാരുടെ ഒരു മരണം സംഭവിക്കുമ്പോൾ, ഇതേ സിനിമാക്കാർക്ക് ഒരു ആപത്ത് വരുമ്പോൾ, അവിടെ പച്ചയായ മനുഷ്യനായിട്ട് പോകുമ്പോൾ അവിടെ എന്തിനാ നിങ്ങൾ ഈ ക്യാമറ തൂക്കി പിടിച്ചോണ്ട് വരണത്? അതിന്റെ ആവശ്യം എന്താ? അപ്പൊ നിങ്ങൾക്കല്ലേ സെൻസ് ഇല്ലാത്തത്? ഇപ്പൊ നമ്മളത് നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളെ അല്ല, എല്ലാ മീഡിയക്കാരെ അല്ല, എല്ലാ മാധ്യമക്കാരെയും അല്ല, ചോദിച്ചു പോണതാണിത്. ശരിയല്ലേ? ഇത് ഒന്ന് ആലോചിച്ചു, ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടേ? ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്തും ചെയ്യുന്നത്. അപ്പൊ മറ്റൊരാൾക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നാളെ ചോദ്യം വരും, എന്താ അവർക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള ചോദ്യം വരും. അപ്പൊ മറ്റുള്ളവർക്ക് ടാർഗറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണോ ഞങ്ങള്? നിങ്ങള് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ നിങ്ങള്. അപ്പൊ അതിനു വേണ്ടി കണ്ടന്റ് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഈ കാണാറുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട്. അനുവാദം കൂടാതെ ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് എന്താണോ അവർക്ക് കിട്ടുന്നത് അതിന്റെയൊക്കെ കിടന്നും കമന്നും ചരിഞ്ഞൊക്കെയാണ് ഇവരത്. അതല്ലേ ഏറ്റവും വലിയ തെറ്റ്. ഒരാളെ അനുവാദം ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്നെ വിളിച്ചു, ഞാൻ വന്നിരുന്നു, നിങ്ങൾ തന്ന ചായ ഞാൻ കുടിച്ചു, വളരെ മാന്യമായിട്ട് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്നു. എൻ്റെ ഉത്തരങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാവാം, എൻ്റെ ഉത്തരങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം, എൻ്റെ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ ഇവനെ ധാർഷ്ട്യമുള്ള ആളാണെന്ന് തോന്നുന്നവരുണ്ടാവാം. സോ അതെനിക്ക് പ്രശ്നമല്ല. കാര്യം ഞാൻ ഇവിടെ വന്നിരിക്കാൻ എടുത്ത തീരുമാനം എൻ്റെ തീരുമാനമാണ്. എൻ്റെ തീരുമാനത്തിൽ ഇരുന്നുകൊണ്ട് ഉത്തരം പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പവും എനിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീഡിയോസുകൾ എടുക്കുക, എന്നെക്കുറിച്ച് യാതൊരു ബന്ധമില്ലാത്ത കമന്റുകൾ ഉണ്ടാക്കിയെടുക്കുക, ശരിക്കും ഇതിനെയല്ലേ ഇത് തെറ്റെന്ന് ഇതല്ലേ, ഇതും തെറ്റല്ലേ? ഇത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാതെ വേറെ ആരോ ചെയ്ത തെറ്റുകൾക്ക് മലയാള സിനിമയുള്ള മൊത്തം ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുമ്പം അല്ല എന്തർത്ഥമാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങള് മീഡിയക്കാര് നിങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങളും പുറകെ വരും വീഡിയോ എടുക്കാനൊക്കെ. അപ്പൊ അതിനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? കല്യാണ വീട്ടിൽ ഓക്കെ, ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഓക്കെ. മരണ വീട്ടിൽ എന്താണ് മരണ വീട്ടിൽ? അതെന്റെ ചോദ്യം അവിടെ മാത്രമേ ഉള്ളൂ. മരണ വീട്ടിൽ ഒരു കോ ആക്ടർ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരേ പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് സംഭവിക്കുമ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്ന ഇമോഷൻസ് വേറെയല്ലേ? അവിടെ ആക്ടറായിട്ടോ സെലിബ്രിറ്റി ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്. അവിടെയാണ് എൻ്റെ ചോദ്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തിനാണ് എന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അതങ്ങനെയൊക്കെയാണ്, സിസ്റ്റം അങ്ങനെയൊക്കെയാണ്. മാധ്യമപ്രവർത്തകർ, എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ അങ്ങനെ പറയുന്നതല്ല കേട്ടോ. ഈ മൊബൈലും സോഷ്യൽ മീഡിയകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊക്കെ ലിമിറ്റ് വെക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങനെ അധികം ഇറങ്ങിച്ചെല്ലാതെ എന്തോരം ആൾക്കാരുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ടും മാന്യമായ രീതിയിൽ ബൈറ്റ് എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അതിൽ കുറ്റം പറയാനും പറ്റൂല ഒരു കണക്കിന്. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അറിവുള്ളവർക്ക് ഇത് മനസ്സിലാവും. എൻ്റെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. ഞാൻ കെട്ടിച്ചമയ്ക്കലിൻ്റെ ആളല്ല. അത് എനിക്ക് പ്രശ്നമായിട്ടുണ്ട് ഇഷ്ടം പോലെ തവണ. ഇതിപ്പം ഒത്തിരി തവണ അത് എന്നെ ബാധിച്ചിട്ടുണ്ട്. ബാധിക്കുക മീൻസ് എൻ്റെ ടൈം വേസ്റ്റ് ആവും. പിന്നെ ഇതിന്റെ മേലെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്റെ ചിന്തകൾ മാറിപ്പോവും. എനിക്ക് എന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ആസ് ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ വളരെ സിൻസിയർ ആയിട്ട് എൻ്റെ കഥാപാത്രങ്ങളെയും എൻ്റെ സിനിമയും എൻ്റെ ഫ്യൂച്ചറെയും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇതൊക്കെ പൊക്കി വന്നിട്ട് ഓരോ വിവാദങ്ങളും പ്രശ്നങ്ങളും. പിന്നെ ഞാൻ കുറച്ച് മനസ്സ് അതിലോട്ട് പോകും. എനിക്ക് മുഴുവൻ സമയവും അഭിനയത്തിൽ നിൽക്കുക, ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പൊതുവെ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാത്ത. ഇതിപ്പോ എൻ്റെ അവസ്ഥ ആയതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്തായാലും സന്തോഷം. ഇത്രയും സംസാരിച്ചതിൽ ഒത്തിരി നന്ദി, എന്നെ സഹിച്ചതിന് നന്ദി. എൻ്റെ സിനിമ ജങ്കാർ
തിയേറ്ററിലെത്താൻ പോവുകയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഞാനൊരു വിവാദങ്ങളിലും ചെന്ന് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. വന്ന വിവാദങ്ങൾക്കൊന്നും തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുമില്ല. കാര്യം അതെന്നെ ഞാനത് എടുത്താലേ എന്നെ ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ എല്ലാ ആൾക്കാരെ പോലെ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ശരിയായ രീതിയിൽ അഭിപ്രായങ്ങൾ പറയും. എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ പലവർക്കും വേദനകൾ സംഭവിക്കുന്നുണ്ടാക്കാം. അതിലെനിക്ക് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ജങ്കാറ് കാണാതിരിക്കരുത്, കാണണം. വെള്ളത്തിൽ മുക്കരുത്. ഞങ്ങൾ ആ ജങ്കാരം തെളിഞ്ഞിഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായി. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. ഞങ്ങളുടെ ഒരു ഫാൻറ്റസി ഫാമിലി സർവൈവർ ത്രില്ലറാണ് സിനിമ. ഒരു റിയലിസ്റ്റിക് പടമല്ല. നല്ലൊരു കഥയുണ്ട്. അപ്പം അങ്ങനെ ഒരു കഥ ഉണ്ടായേക്കാം എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതൊരാളുടെ സൃഷ്ടിയാണ്. അപ്പോൾ ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടും എങ്കിൽ ആ കഥാപാത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സിനിമ വിജയിക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.